ഇതാണ് ഹിമാചലിന്റെ പ്രണയം. രാവിലെ എഴുന്നേക്കുമ്പോ എന്റെ മേനു പറയും നമുക്ക് ഇവിടുന്ന് പോണോന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് വിട പറയാണ്. ബാബിജി, വെൽക്കം ടു നിഫിം വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പൊ 2 ദിവസം ഇവിടെയാണ് ഞാൻ താമസിച്ച ഈ ഹിമാചൽ കുടുംബത്തിനോടൊപ്പം. ഇപ്പൊ ഇത് ഹേമുബയ്യയുടെ കുടുംബമല്ല, ഇതിപ്പോ എന്റെ കുടുംബമാണ്. ഇതാണ് ഹേമുബയ്യയുടെ അച്ഛൻ, അമ്മ, ഹേമുബയ്യ, അതാണ് ഹേമുബയ്യയുടെ ഭാര്യ, ഹേമുബയ്യയുടെ ചേട്ടന്റെ ഭാര്യ, പിന്നെ എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. അവളിപ്പോ ഹിമാചലി. എങ്ങനെയുണ്ട് മെഹനു ഇവിടെ? ഇന്നലെ രാത്രി ഹിമാചൽ ഡ്രസ്സിലിട്ടിട്ട് ഐ നോ ഹിം. വഴി പോണവരെല്ലാരും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. ഇവിടുത്തെ കൾച്ചർ ഇതാണ്. പ്രായമായവരുടെ കാലിൽ തൊട്ട് വഴങ്ങണം, അതാണ് ഇവിടുത്തെ കൾച്ചർ. ഇന്നലെ രാത്രി മെഹനു ട്രഡീഷണൽ ഡ്രസ്സിൽ ഇവിടെ ഡാൻസും ബഹളായിരുന്നു, പഹാടി ഡാൻസ്. അടിപൊളിയായിരുന്നു, വേറൊരു എക്സ്പീരിയൻസ് ആണ്. മെഹനുവിനെ ഞാൻ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതാണോ? ഈ ഫാമിലി ഇവിടെ വരാൻ തോന്നുന്നുണ്ട? രാവിലെ എഴുന്നേക്കുമ്പോ എന്റെ മെനു പറയും നമുക്ക് ഇവിടുന്ന് പോണോന്നാണ് ചോദിക്കുന്നത്. അതാണ് സംഭവം. അപ്പൊ താങ്ക് യു പപ്പ, ഓൾ, ഹേമുബയ്യ, ബാബിജി, താങ്ക് യു. ഹിമാചലിന്റെ ഹിമാചലി കണ്ട. ഇതാണ് ഹിമാചലിന്റെ പ്രണയം. ഹിമാചൽ ട്രഡീഷണൽ ക്യാപ്പ് പാപ്പ തരാണ്. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് വിട പറയാണ്. ബാബിജി ടാറ്റാ. ബാബിജീനെ മെഹനുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടട്ടെ. ഏറ്റവും കൂടുതൽ മെഹനു ഇവിടെ മിസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ബാബിജിയിലേക്ക്. അങ്ങനെ ഈ ഫാമിലിയോട് വിട പറയാണ്. നമ്മൾ പോവാ. ഇനി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ, കാരണം അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. ഈ ഗ്രാമത്തിന്റെ വഴികൾ ഇതാണ് കേട്ടോ. ഹേമുബയ്യയുടെ വീട് ഈ വഴി ഇങ്ങോട്ട് വരണം. നമ്മളിപ്പോ റോഡിന്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലെ റോഡ് സൈഡിലായിരിക്കില്ല ഇവരുടെ വീട്. ഇവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോഡ്, ഇവിടുന്ന് ഇങ്ങനെ കേറി ഇങ്ങനെ പോണം. അപ്പൊ നമ്മള് ഹേമുബയ്യയുടെ ബയ്യയുടെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സാഞ്ചിലെത്തിയേക്കാണ്. ഇതാണ് സാഞ്ച്. ഞാൻ താമസിച്ചിരുന്ന ടണോട്ട ഗ്രാമത്തിൽ നിന്ന് സാഞ്ചിലേക്ക് 1.5 മണിക്കൂറുണ്ട്. എന്റെ പോലെ ഞാൻ നല്ല ഉറക്കുറങ്ങി. ഇവിടെ എത്തിയപ്പോഴാണ് കണ്ണുറന്നത്. ഇനി ഇവിടുന്ന് ബസ് ഉണ്ടാവും. ഹേമുബയ്യയുടെ ബയ്യും പാപ്പയാണ് ഞങ്ങളിവിടെ കൊണ്ടാക്കി. അവരുടെ വണ്ടിയാണ്. ഇനി ഷിംലയ്ക്ക് 100 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അവര് പോയി. ഷിംലയ്ക്ക് ബസ് കിട്ടിയ അവസാനം. അങ്ങനെ നമ്മള് ബസ്സിൽ കയറി കേട്ടോ. സീറ്റൊന്നുമില്ല, സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ നമ്മളെ പിടിച്ച് കയറ്റി. ബസ് കയറി ഒരു 10 മിനിറ്റ് ആയുള്ളൂ. അപ്പോഴേക്കും വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ബൈക്ക് റൈഡേഴ്സ് എല്ലാം പോകുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെയും കഴിക്കാന്ന് വെച്ചിട്ട് നിൽക്കാം. വീണ്ടും ബസ് എടുത്തു. നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഇങ്ങനെ കുടുങ്ങി മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ ഷിംല ISBTയിലേക്ക് എത്തിയേക്കാണ്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ വഴി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര കുടുക്കം കാര്യങ്ങളായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഒരു സ്വപ്നത്തിലായിരുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിപ്പോൾ മൊത്തത്തിൽ മഞ്ഞ് മൂടി വെച്ചിരിക്കുന്നു. ആ ഭാഗ്യം ഞാൻ എടുത്തിട്ടുണ്ട്. വരുന്ന വഴിക്കും ഫുൾ ഐസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി. ഇനി നമ്മൾ നേരെ ISBTയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ മെഹനുണ്ട്. മെഹനു കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട് ഇത്ര യാത്ര ചെയ്തിട്ട്. എങ്ങനെയുണ്ട്? ആണോ? ഓ ചളി. എങ്ങനെയുണ്ട്?
ബസ്സല്ല, ഹിമാചൽ. എന്നാലും കാരണം മെഹ്നുവിന് ഷിമില കുറച്ച് ഇഷ്ടപ്പെട്ടു, മണാലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഹിമാചല് മെഹ്നുവിന് ഇപ്പൊ ബെസ്റ്റ് പ്ലേസ് ആയി. മെഹ്നു പറയണ്ടായിരുന്നു എനിക്ക് ജയ്പൂർ ജയ്സൽമീറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഹിമാചലും കിടപിടിച്ചേക്കാണ്. കാരണം എന്തുകൊണ്ടാ ഇനി നമുക്ക് ഡൽഹിയിലേക്ക് എങ്ങനെ ബസ് കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. ഇവിടെ ഡൽഹിയിലേക്കുള്ള വോൾവോയില് ഫുള്ളും ആൾക്കാരാണ്. അപ്പൊ നമ്മള് റെഡ് ബസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാവിലെ മാത്രം ഭക്ഷണം കഴിച്ചുള്ളൂ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ISBTയുടെ തൊട്ടടുത്ത് കുറേ ധാബാസ് ഉണ്ട്. അവിടുന്ന് കഴിക്കാനുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ മെയിനായിട്ട് ട്രിപ്പ് പോകുമ്പോൾ താലിയാണ് ഓർഡർ ചെയ്യാം. താലി 200 രൂപയ്ക്ക് മെഹനുവിന് ചോറും കറിയും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് 4 ചപ്പാത്തി കിട്ടും. ഇത് കൂട്ടി അങ്ങനെ കഴിക്കാം. ഇതാണ് പരിപാടി. അങ്ങനെ പിടിക്കാം, ഇങ്ങനെ കഴിക്കാം. താലി പറഞ്ഞപ്പോ ഒരാള് ഇപ്പഴും താലി പറയാണോന്ന് ചോദിച്ചു. വായിൽ വെക്കണ്ടായിരുന്നില്ല, വായിൽ വെച്ച് കഴിഞ്ഞപ്പോ ഇനി നമുക്ക് ക്രോസ് റോഡിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ടാക്സി എങ്ങനെയാണെന്ന് പിടിക്കണം. നമ്മളിവിടെ ഒരു ടാക്സി എടുത്തിട്ട് ഈ ഷിമിലയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോറിക്ഷ ഇല്ല. എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് ടാക്സി കഴിക്കണം. അതാണ് പ്രശ്നം. നമുക്ക് ബസ് അവിടെ വരാറായി. അതുകൊണ്ടാണ് നമ്മൾ ടാക്സി എടുത്ത് പറയാം. അല്ലെങ്കിൽ നമ്മൾ ബസ്സിന് പോയാണ്. ഷിമിലയില് നൈറ്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി പോലെയാ. അതായത് ഫുൾ ലൈറ്റ് ആയിരിക്കും, ടോർച്ച് അടിച്ച ലൈറ്റ് പോലെ ഇങ്ങനെ ഇരിക്കും. എന്ത് രസമാണെന്ന് അറിയാം കാഴ്ച കാണാൻ. ഇപ്പം നമ്മൾ സിംഗ് ബസ്സാണ് എടുത്തേക്കുന്നത്. സിംഗ് ബസ്സിൽ ഞാൻ മുൻപ് വന്നിട്ടുണ്ട് മണാലിന്ന് ഡൽഹിയിലേക്ക് ഈ ഓണത്തിന്. അപ്പോൾ എൻ്റെ കസിനായിരുന്നു അത് ബുക്ക് ചെയ്തത്. പക്ഷെ നല്ല കംഫർട്ടാണ് കേട്ടോ. ഞാൻ HRTC വോൾവോ ബസ്സിനേക്കാൾ അത് ഞാൻ പ്രിഫർ ചെയ്യും. കാരണം മറ്റ് സിംഗ് ബസ്സാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. പിന്നെ പ്രൈസ് ഏകദേശം സെയിമാണ്, ഒരു 100 രൂപ കൂടുതൽ മാത്രമേ ഉള്ളൂ. ബസ്സിൽ കയറി കേട്ടോ. ഇതെന്നിട്ട് DJയുടെ ആംബിയൻസ് ആണല്ലോ. അങ്ങനെ ബസ്സിൽ കയറി കേട്ടോ. സിംഗ് ബസ് ഞാൻ അങ്ങനെ സിംഗ് ബസ് ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ ഇതിൽ ബുക്ക് ചെയ്ത കാരണം കിട്ടിലം ബസ്സാണ് കേട്ടോ. അടിപൊളി ബസ്സാണ്, ഇവരുടെ സർവീസ് പക്കയാണ്. ഇനി നമുക്ക് ഡൽഹിയിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡൽഹി എത്തി. ഡൽഹി മൊത്തത്തിൽ ഫോഗായി കിടക്കണ്ടിട്ടാ. കണ്ട ഒരു വെള്ള കളറ് ഇങ്ങനെ പൊതച്ച് മുടി കിടക്കണില്ലേ, ഒരു ഫോഗാണ് കേട്ടോ മൊത്തത്തില്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ മൊത്തത്തിൽ ഓട്ടക്കാരൊന്ന് പൊതിയും. ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നമുക്കൊരു ഓട്ടോ കിട്ടി.